എയർ ഇന്ത്യ എക്സ്പ്രസ് എടുത്തെറിഞ്ഞ് പൊളിച്ചത്. ഞാൻ ഇപ്പം ഗൾഫിൽ നിന്ന് വരുമ്പോൾ പെട്ടിയുടെ ബില്ലെടുത്ത് നിങ്ങളെ പെട്ടി പൊട്ടോ നോക്കിയിട്ടാണ് ഞാൻ വരേണ്ടത്. ഇതിപ്പോൾ ഒരാഴ്ചത്തെ ലീവിന് വരുന്നാൾ ഇപ്പോൾ ഇതിൻ്റെ വീക്കിൽ നടക്കാണ്ട് ഇതൊരു ലോജിക്കില്ലാത്ത വർത്താനം. ഗൈസ്, അബുദാബിയിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് എനിക്കുണ്ടായ വളരെ മോശമായ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. എൻ്റെ ഏകദേശം ഒരു 4000 രൂപ വരുന്ന പെട്ടി ഇവർ എറിഞ്ഞ് പൊട്ടിച്ചു. എന്നിട്ട് ഇവരിങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്നതാണ്. ആ ന്യായീകരണങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന് എന്താണ് സൊല്യൂഷൻ എന്ന് എനിക്കറിയില്ല. ഇവർ ക്യാഷ് വരും എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ എനിക്ക് മെയിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, 1000 കോസ്റ്റ് ചെയ്തുള്ളൂ. സ്റ്റേഷൻ വൈസ് നമ്മൾ ലിമിറ്റ് ഉണ്ട്, മാക്സിമം 1000 റുപ്പീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാനൊക്കെ ഇപ്പോൾ 5000 പെട്ടിയാണ്, അതിന് നിങ്ങൾ 1000 തരും. ബില്ല് ഒരു പെട്ടിക്കൊക്കെ ബില്ല് വെച്ച് നടക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ചിന്തിക്ക്. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പം 5000 ബില്ല് കൊടുക്കുന്നത് ഓക്കെ. ഞാനിപ്പം ഗൾഫിൽ നിന്ന് വരുമ്പോൾ പെട്ടിയുടെ ബില്ലെടുത്ത് നിങ്ങളെ പെട്ടി പൊട്ടോ നോക്കിയിട്ടാണ് ഞാൻ വരേണ്ടത്. എല്ലാ പെട്ടിയും പൊട്ടുന്നില്ല. പൊട്ടുന്ന കേസ് പൊട്ടുന്നതിന് നിങ്ങൾ അതിന് എല്ലാം പൊട്ടുന്നില്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പൊട്ടി. അപ്പം അതിനുള്ള ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരാഴ്ചത്തെ ലീവിന് വരുന്നാൾ ഇപ്പോൾ ഇതിൻ്റെ വീക്കിൽ നടക്കാണ്ട് പ്രൊസീജിയറിനാണ് സാർ നിങ്ങൾ പറയുന്നൊരു ലോജിക്കില്ലാത്ത വർത്താനം. നമ്മളിതിൻ്റെ നമ്മളെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് വന്ന് നമ്മൾ കണ്ടാണ്ടല്ലോ, പൈസ ഫുൾ അങ്ങ് കൊടുക്കും. വേറെ വർത്താനത്തിൽ നമ്മൾ നിൽക്കില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്ര വലിയ കമ്പനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇമിഗ്രേഷനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവർ നമ്മൾ പുറത്തേക്ക് കാണുന്നുണ്ട് പെട്ടിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ എറിയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോകുമ്പോൾ നമ്മളെ സേഫ്റ്റി, നമ്മളെ ലഗേജിൻ്റെ സേഫ്റ്റിയെല്ലാം ഇവർ ഉത്തരവാദിത്തമാണ്. അതൊന്നും ഇവർ നോക്കുന്നില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ പെട്ടിയുടെ കോല നിങ്ങൾ നോക്കി, ഇത് മൊത്തത്തിൽ ഇപ്പോൾ ടോട്ടൽ ലോസായി. ആദ്യം ഇവൻ പറഞ്ഞത് 500 രൂപയെ തരാൻ പറ്റൂ, ടയർ മാത്രമേ പോയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അവനെ വിളിച്ചു വരുത്തി, ഓനിക്കിത് കാണിച്ചു കൊടുത്ത പോയി മനസ്സിലായി സംഭവം ടോട്ടൽ ലോസ് ആയിട്ടാണെന്നുള്ളതെന്ന്. എന്നിട്ട് ഇവർ പറയാം 1000 രൂപക്കുള്ള വർത്ത് ചെയ്ത് ഇപ്പോൾ ഉള്ളൂ, 1000 രൂപ മാത്രമേ തരാൻ പറ്റൂ, അതും ക്യാഷ് ആയിട്ട് തരാൻ പറ്റൂല, നെക്സ്റ്റ് ടൈം ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1000 ഡിസ്കൗണ്ടാണ് വരാമെന്ന്. അപ്പോൾ ഇതാണ് കണ്ണൂർ എയർപോർട്ടിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അവസ്ഥ.